പ്രിയരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നും പറയുവാനല്ല, ആരെയും നശിപ്പിക്കാനോ അല്ല. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു പ്രവാചകനോ പ്രവാചകരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, ഒരു പരിശുദ്ധനോ നീതിമാനോ അല്ല. ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് പാപത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. അതായത് ഇന്ന് നമ്മൾ സഭകളിൽ കാണുന്നത്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിൽ, എല്ലാ ആത്മീയ കാര്യങ്ങളും ആർഭാടങ്ങളുണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ വിശ്വാസികൾ. അതുകൊണ്ട് പുരോഹിതവർഗം അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെന്തുമാത്രം മുന്നോട്ട് കൊണ്ടുവരാൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് ഈ വിശ്വാസികളെല്ലാം ചിന്തിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാം സാധിച്ചു എന്നാണ്. എന്താ നിങ്ങൾ സാധിച്ചത്? ഇന്ന് വിവാഹമാണെങ്കിലും മാമോദിസാണെങ്കിലും മരണാനന്തര ശുശ്രൂഷയാണെങ്കിലും എല്ലാം ആർഭാടപരമായി നടത്തുന്നു. അതിലെന്താ നിങ്ങൾക്ക് സാധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള, ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ സഹോദരനെ നീ സ്നേഹിക്കുന്നില്ല, നിൻ്റെ അയലോക്കക്കാരനെ കാണുന്നില്ല, അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, അവൻ്റെ പ്രയാസങ്ങൾ അറിയാൻ ശ്രമിക്കുന്നില്ല. എങ്കിലും മരിച്ചു കഴിയുമ്പോൾ ഒരു ബൊക്കയും കുറേ ശോശപ്പായി മാറി ഇതും ആർഭാടപൂർവം എൻ്റെ കൂടെ പൊക്കിയെടുത്ത് കൊണ്ടുവെക്കും. ഇപ്പം പണമുണ്ടെങ്കിൽ എന്ത് സാധിക്കും, ഏത് സ്ഥാനമാനങ്ങളും നമുക്ക് കിട്ടും. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളിൽ നിന്നാണ്. അതായത് ഈ പുരോഹിത വർഗത്തെ നിങ്ങൾ വിശ്വാസികൾ എന്തുകൊണ്ട് ഇത്രയും പൊക്കിക്കൊണ്ട് നടക്കുന്നു? ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു പുരോഹിതനെക്കുറിച്ച് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പുരോഹിതൻ നല്ലവനെന്ന് പറയുന്നുണ്ടോ? അവിടെ നിൽക്കാണ് നല്ല ശമരിയക്കാരൻ പറയുന്നത്, ഒരു വഴിയാത്രക്കാരൻ മുറിവേറ്റ് കിടക്കുന്ന കണ്ടിട്ട് ഒരു പുരോഹിതൻ അതുവഴി വന്ന് കണ്ട് അവൻ ഒഴിഞ്ഞു മാറിപ്പോയി. എന്നാൽ ഒരു നല്ല മനുഷ്യൻ വന്നപ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുറിവുകൾ വെച്ചുകെട്ടി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കി ഭദ്രമാക്കിയിട്ടാണ് പോയത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഈ പുരോഹിത വർഗത്തിൻ്റെ വേല എങ്ങനെയാണെന്ന്. ഞാനല്ല, ബൈബിളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ശൗൽ യെരുശലേമിൽ വിശ്വാസികളെ പീഡിപ്പിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങിയും പുരുഷന്മാരെ സ്ത്രീകളെ പിടിച്ച് തടവിലാക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. കാരണം ശൗൽ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തത് അപ്പോസ്തലനായ പൗലോസാക്കിയിട്ട്. കാരണം അവൻ പോകുന്ന വഴിയിൽ അവൻ ഉദ്ദേശിച്ച കാര്യം ചെയ്യുന്നതിന് ഏത് തടസ്സം വന്നാലും അവനെ അതിനെ നേരിട്ടേച്ച് ആ കാര്യം ചെയ്യും. വിശ്വസ്തരായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ കാണണം, ശൗലും അവൻ്റെ കൂട്ടുകാരും കൂടെ സ്തെഫാനോസിനെ ശൗലിൻ്റെ കൂട്ടുകാർ കല്ലെറിഞ്ഞു കൊന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബൈബിളിൽ കാണാം. അവിടെയും സ്തെഫാനോസ് മരിച്ചു കഴിഞ്ഞാൽ വിശ്വാസികൾ പോയി അദ്ദേഹത്തെ മറവ് ചെയ്തു. ശൗൽ നേരെ പോയത് അവിടെ മഹാപുരുഷൻ്റെ അടുത്താണ്. ആ മഹാപുരുഷൻ നല്ല സ്വൈരമായിട്ട് സുഖമായിരിക്കുക. മഹാപുരോഹിതൻ്റെ അടുത്ത് എന്ന് ആവശ്യപ്പെട്ടു, ദമസ്കസിലെ പള്ളികളിലേക്ക് കത്ത് അവിടെ
വിശ്വാസികളുണ്ടെങ്കിൽ അവരെ പിടിച്ചു കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം, ആ മഹാപുരോഹിതൻ കത്ത് കൊടുത്തു. എവിടത്തേക്ക്? ദമസ്കസിലുള്ള വിശ്വാസികളെ ശൗലിന് വിട്ടുകൊടുക്കാനായിട്ട് അവിടുത്തെ പള്ളികൾക്ക്. അവിടെയും ഈ പള്ളികളിൽ ആരാ ഉള്ളത്? പുരോഹിതരല്ലേ. അപ്പോൾ ആ പുരോഹിതരും എല്ലാം സേഫായി. ഇവിടെ വിശ്വാസികളാണ് അവിടെയും കൊല്ലപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ഇന്ന് ഈ ലോകത്ത് സഭകളിൽ നടക്കുന്നത്. എന്നാൽ പണം മനുഷ്യനല്ലാക്കി തീർക്കുന്നു. നിന്റെ കാശുണ്ടാക്കിയിട്ടല്ലേ നീ പടക്കവും നീ മറ്റേ ഇതും ഡെക്കറേഷനും ഒക്കെ ചെയ്യുന്നത്. അതിലെന്ത് പ്രയോജനം ഉണ്ടാകുന്നു എന്നെങ്കിലും നീ ഒന്ന് പറ. നീയും മരിച്ചാൽ മണ്ണായിത്തീരും. ഒരു പാവം പിടിച്ച മനുഷ്യൻ മരിച്ചാലും മണ്ണായിത്തീരും. അവിടെ പണമുണ്ടെങ്കിൽ 2 മെത്രാനും 20 പുരോഹിതന്മാരും വന്ന് ചുറ്റും നടന്ന് അതും കുറ്റി വീശി എല്ലാം ചെയ്തു നിന്നെ അടക്കും. എന്നാൽ അതിനകത്ത് നിനക്ക് വല്ല പ്രയോജനവും ഉണ്ടാകും. പുരോഹിതന്മാരുടെയും മെത്രാന്മാരുടെയും അഭിനന്ദനങ്ങൾ, ഭംഗിയായി നടത്തി എന്നുള്ള അഭിനന്ദനം കിട്ടും. അല്ലാതെ വല്ലതും കിട്ടുമോ? ആ മരിച്ചുപോയ മനുഷ്യൻ്റെ ആത്മാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? ഇല്ല. ഉണ്ടാകുമെങ്കിൽ ഇന്നത്തെ ഓർത്തഡോക്സ് സഭയിൽ ഏതെങ്കിലും ഒരു പുരോഹിതനോ മഹാപുരോഹിതനോ മെത്രാനോ പറയണോ? അത് ഒരു പ്രയോജനമില്ല. അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം തെറ്റാണല്ലോ. നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രതിഫലം കർത്താവ് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ നിനക്ക് കിട്ടും. നമ്മൾ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ആ ദൈവം വിട്ട ദൂതനാണ് ആ ആത്മാവ്. ആ ആത്മാവ് നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ പോയി ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ ആത്മാവ് അതാത് സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഡയറിയിൽ എഴുതിക്കൊണ്ടിരിക്കുക, കമ്പ്യൂട്ടർ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കും ഇതാരും കണ്ടില്ല, ഇരുട്ടത്താ ഞാൻ ചെയ്ത് ആരും കണ്ടില്ല, കേട്ടില്ല. അത് അന്ന് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ആ കമ്പ്യൂട്ടർ ഓപ്പൺ ആകുമ്പോൾ നിൻ്റെ പേജ് വരുമ്പോൾ അതെല്ലാം അവിടെ കാണും എന്ന് നീ മനസ്സിലാക്കുക. കമ്പ്യൂട്ടറും ഒക്കെ ഇന്നായി ഈ ലോകത്തിൽ വന്നത്. ദൈവത്തിൻ്റെ കയ്യിലില്ലാത്ത ഒരു കാര്യവും ലോകത്തിൽ വരത്തില്ല. പോട്ടെ, അത് പോട്ടെ. ഇപ്പം നമ്മൾ എന്തിനും പണം മുടക്കാനുണ്ട്, പ്രശ്നമില്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിനെ അടക്കം ചെയ്യാൻ എത്ര പുരോഹിതന്മാരുണ്ടായിരുന്നു? ഞാനിത് പല പ്രാവശ്യം ചോദിച്ചതാണ്. അല്ല എങ്കിൽ ഈ പുരോഹിതന്മാരെ ഏത് അപ്പോസ്തലന്മാരാണ് അല്ലെ ദൈവമാണ് ഈ വിവാഹവും മാമോദിസയും മന്നാനന്ദ ശുശ്രൂഷയും ആണ്ടുകുർബാന നിങ്ങൾ പ്രത്യേകം എല്ലാ വർഷവും ചൊല്ലിച്ചോണം. കാരണം ആണ്ടുകുർബാന കൽക്കട്ടിൻ്റെ 4 വിറ്റ് നടന്ന് ധൂപക്കുറ്റി വീശിന് കീഴിലേക്ക് ആ ആത്മാവ് സ്വർഗത്തിൽ പോകത്തില്ല. അതുപോലെ പുരോഹിതൻ്റെ പോക്കറ്റ് നിറയത്തില്ല. ഇത് ഓർത്തഡോക്സ് സഭയിലെ വലിയ കൊള്ളയാണ്. ഇതിപ്പം ഓരോന്നും കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ പഴയ കാലത്തെ മറന്നു പോകുന്നു. നമ്മൾ എന്നാണ് നമ്മുടെ കൈ കാശ് വന്നു തുടങ്ങിയത്? പഴയ കാലത്ത് നമ്മൾ എന്ത് ആഹാരം കഴിച്ച് ജീവിച്ചു. ഇന്ന് നമ്മുടെ വീടുകളിലെ ആഹാരം എത്ര നേരം പാകം ചെയ്യുന്നുണ്ട്? ഇതൊന്നും ഞാൻ വെറുതെ പറയുകയല്ല. ഞാൻ നാട് നീളെ നടക്കുന്ന മനുഷ്യനാണ്. രാവിലെയും വൈകിട്ടും എല്ലാം ഓരോ സ്ഥലത്തും പോയി കാണുകയും കേൾക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിതൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്ക് അസുഖം തുടങ്ങും.
ഇന്ന് ശവപ്പെട്ടി മാത്രമല്ല ഡെക്കറേറ്റ് ചെയ്യുന്നത്. ശവക്കല്ലറയ്ക്കകത്ത് പോലും പൂക്കൾ വെച്ച് സൈഡ് 4 വശവും അകത്ത് വെള്ളത്തുണി വെച്ച് അതിൽ പൂക്കൾ പിടിപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് ശവം അടക്കുന്നത്. ഇന്ന് കണ്ട ശവം അടക്കം ഒരു പ്രത്യേക രീതിയിൽ, അതായത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ശവപ്പെട്ടി സാധാരണ ശവക്കല്ലറയിൽ വെക്കുമ്പോൾ ആ ശവക്കല്ലറ മേളിൽ 2 3 ഈ പൈപ്പ്, ചെറിയ പൈപ്പ് വെച്ചിട്ട് അതിലോട്ട് ശവപ്പെട്ടി വെച്ചിട്ട് നമ്മൾ കയറിൽ ശവപ്പെട്ടി വെക്കുമ്പോൾ ആ പൈപ്പ് മാറ്റി ശവം കല്ലറയ്ക്കുള്ളിലോട്ട് വെക്കും. ഇന്ന് അങ്ങനെ അല്ല കണ്ടത്, ഏതോ മെഷീനാണ്. ഞാനത് നേരത്തെ പോയി ആ കല്ലറ പോയി കാണുകയും 2-3 പ്രാവശ്യം പകരം അവിടെ പോയി കാണുകയും ഓരോന്നും കണ്ടതെല്ലാം പിടിച്ചു വച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പം ശവം അവർ മറവ് ചെയ്യുന്നത് പോലും മനുഷ്യർ ആവശ്യമില്ലാതായി വരുന്ന ലക്ഷണമാണ്. എനിക്കറിയത്തില്ല. ദൈവം മക്കളെ നമുക്ക് പണം തരുന്ന എന്തിനു വേണ്ടിയാ? നമുക്ക് വേണ്ടിയും നമ്മളത് നന്മയ്ക്ക് വേണ്ടി. നന്മയെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ അവരുടെ ആപത്തിലും അവരുടെ പ്രയാസങ്ങളിലും അവരെ സഹായിക്കാനാണ്. അതായത് ഇപ്പം ഞാൻ വേറൊരു വേദഭാഗം എടുക്കാം. പണം കൊണ്ട് പരിശുദ്ധാത്മാവിനെ നേടുവാൻ ശീമോൻ ശ്രമിക്കുന്നു. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് അന്ന് വരെ അവരിൽ ആരുടെ പേരും വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് പണം വാഗ്ദാനം ചെയ്തു. ഞാൻ ഒരുവൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണം കൊണ്ട് വാങ്ങാം എന്ന് നിരൂപിച്ചതുകൊണ്ട് നിന്റെ പണം നിന്നോടുകൂടി നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയ ദൈവസന്നിധിയിൽ പരമാർത്ഥതയുള്ളതല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ ഈ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നിന്റെ ഹൃദയത്തിൽ നിരൂപണം ക്ഷമിക്കുമാറായിരിക്കും. ഇന്ന് നമ്മൾ പണം കൊടുത്ത് ദൈവത്തെ വാങ്ങാൻ ശ്രമിക്കുകയാണ്. അതായത് ഇന്ന് ഞാൻ കണ്ടത്, എന്ത് അത്യാവശ്യമാണെങ്കിലും അവരവിടുന്ന് ഈ പുരോഹിതന്മാർ ഒരു ശവസംസാരം ശുശ്രൂഷയുണ്ടെങ്കിൽ അവിടെ ഓടിയെത്തും. ഇന്ന് ഞാൻ കണ്ട കാഴ്ചയാണ്. ഇതിനു മുമ്പ് ഞാൻ കാണാത്ത കാഴ്ച ഇന്ന് കണ്ടു. ഒരു പുരോഹിതൻ തൻ്റെ അമ്മയുടെ ശവസംസ്കാരം നടത്തിയിട്ട് എറിയത്തില്ല എങ്ങനെ എപ്പോൾ വന്നു എന്ന്. ഒടുവിൽ ശവക്കല്ലറിൽ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അവിടെ ശുശ്രൂഷ നടന്ന സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോൾ ഈ പുരോഹിതൻ അവിടെ ഉണ്ട്. കൈമടക്ക് കുറേ ഉണ്ടാ. മോനെ, പണമുള്ളിടത്ത് എല്ലാവരും സഹായിച്ചിട്ടും. കാരണം കയ്യിൽ നിന്ന് ചിലപ്പോൾ ഞുഞ്ഞു പോയാൽ അതെൻ്റെ കീശയിൽ വരുമല്ലോ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ആരും ഒരു പുരോഹിതൻ്റെ പുറകെ പോയിട്ട് മെത്രാൻ്റെ പുറകെ പോയത് കൊണ്ടോ ഒന്നും സാധിക്കാൻ പോകുന്നില്ല. ദൈവവചനം വായിച്ച് മനസ്സിലാക്കണം. ഈ പുരോഹിതനും മെത്രാൻ ഒരു കാര്യവും ചെയ്യാൻ നമുക്കൊരു പ്രയോജനമില്ല. ഒരു നല്ല മനുഷ്യൻ അവൻ മരിച്ചാലും അവൻ്റെ ആത്മാവ്, അവൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് അവൻ്റെ ആത്മാവ്
നമുക്ക് ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഒരു പുരോഹിതനൊന്നും വെട്ടാനൊന്നും വേണ്ട. വിശുദ്ധിയോടും നന്മയോടും കൂടി ജീവിച്ച ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ആത്മാവിനെ ദൈവത്തോട് അപേക്ഷിച്ച് നമുക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ പരുമലപ്പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടുന്നത്. അല്ലാതെ പരുമലത്തിനുമേനിക്കോ അല്ലാതെ ഒരു വെട്ടാനോ ആർക്കും ഒരു പവറുമില്ല. അവർക്ക് നമുക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാനുള്ള കഴിവെന്നല്ല, അവരപേക്ഷിച്ചാൽ ദൈവം അത് സാധിച്ചെന്നിരിക്കും. അത് നമ്മുടെ വിശ്വാസം പോലെ ഇരിക്കും. ഏതായാലും കൊള്ളാം സഹോദരങ്ങളെ, ഇനി സമയം അധികമില്ല. ഏതായാലും നിങ്ങൾ സുഖിച്ചു വാഴുവീൻ. വിവാഹമാണെങ്കിലും മാമോദിസ ആണെങ്കിലും ശവടക്കാണെങ്കിലും നിങ്ങൾ ആർഭാടപൂർവം, ഇവിടെ ആത്മീയത എന്തുവാന്ന് എനിക്കറിയാം. ആത്മീയ ഇതിലൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാം ആത്മീയതയും ആർഭാടങ്ങളോടുകൂടി ഒഴിഞ്ഞു പോകുന്നു. നിങ്ങൾ സന്തോഷിച്ച് ജീവിക്കുവാൻ പണം കയ്യിലുള്ളപ്പോൾ നമ്മൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. അതേസമയം നാളെ ഏതായാലും നമ്മൾ തനിയായിട്ടല്ല കാര്യം ചെയ്യുന്നത്, നമുക്ക് വേണ്ടി വേറൊരാളുടെ ചെയ്യുന്നത്. അവൻ തിരിഞ്ഞ് നിൽക്കുമെന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കരുത്. അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനെ കാണുന്നത്. എല്ലാവരും എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. എന്നാൽ ഇപ്പം എല്ലാം തകിടം പറഞ്ഞിരിക്കുക, എല്ലാം വേവലാതിപ്പെട്ടിരിക്കുക. ഇതുകൊണ്ട് എനിക്കൊന്ന് പറയാനുള്ളത്, ഇന്ന് വാർത്താ ചാനലുകൾക്ക് ഒരു ജോലിയുമില്ല. അവരെ ജീവിക്കാൻ വേണ്ടി എവിടെ ചെന്ന് ആരുടെയും എന്തും ആരുടെയും നിന്ന് കൂടുതൽ ഇത് കിട്ടുന്നു അത് അവിടെ പോയി അവരുടെ പുറകെയുള്ള ന്യൂസ് തരും. അല്ലാതെ സത്യസന്ധമായിട്ട് ഒരുത്തിനും ഒരു ന്യൂസും തരത്തില്ല. നമുക്കറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ ഈ വാർത്താ ചാനലുകൾ കാണുകയല്ല, ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണുമ്പോൾ അവരെന്തൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുന്നു മനസ്സിലാക്കിയാൽ മതി. ഏതായാലും ഓട്ടോസഭയിലെ പുരോഹിത വർഗമെല്ലാം നന്മയിലേക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാടുകളെ നയിക്കുന്നു. അവരെ ഒരു ശത്രുവും ഒരു ആളിനെ പോലും വന്യമൃഗം ആക്രമിക്കത്തില്ല. പഴയകാലത്ത് ഇടയന്മാർ മുൻപേ നടക്കും, ആടുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ പുറകെ ചെല്ലുമായിരുന്നു. എന്തിന് ഇടയന്മാർ മുൻപേ പോകും? എൻ്റെ ആടുകൾ പോകുന്ന വഴിയിൽ വന്യമൃഗങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഇന്ന് ആടുകളെ മുന്നിൽ അടിച്ചു വിട്ടേച്ച് ആടുകൾ വച്ചട കെടുതല കാണുമ്പോൾ അങ്ങോട്ട് പോകും. അതിൻ്റെ ഇടയിലിരിക്കുന്ന വന്യമൃഗം അതിനെ പിടിച്ചാൽ സാരമില്ല, എനിക്കൊരു കുഴപ്പമില്ലോ, ഇതേ പുറയില്ല. അവൻ വിചാരിക്കുന്നത് നിന്നെ ആടുകളെ മേയ്ക്കാൻ നിന്നെ ഏൽപ്പിച്ച ഉടമസ്ഥൻ അതിൻ്റെ കണക്ക് ചോദിക്കത്തില്ലെന്നാന്നോ? പുരോഹിത വർഗമേ, നിങ്ങളൊന്ന് പറ, നിങ്ങൾ ആരെങ്കിലും അതിന് ഉത്തരം തരാമോ? നിങ്ങൾ സുഖമായി ജീവിക്കുന്നു, നല്ല കാര്യം. ഇപ്പം തീർത്ഥാടനം വരെയായി പുരോഹിത വർഗം, റിട്ടയർ ചെയ്തവർ. എൻ്റെ സുഖവാസം. ഒരു പുരോഹിതൻ മറ്റൊരു ഇടവകയിലെ പുരോഹിതനെ വിളിച്ച് കുർബാന ചൊല്ലിച്ച് അവൻ്റെ പോക്കറ്റിൽ കാശ് കൊടുക്കും. എന്തിന്? ഈ പുരോഹിതനെ ആ പുരോഹിതനും അല്ലെ വേറൊരാൾ വിളിച്ച് അവിടുത്തെ ഇടവകയിൽ കുർബാന ചൊല്ലിച്ച് കാശ് കൊടുക്കും. എല്ലാവരും വീരമ്പപ്പാണിന്ന്. അതുകൊണ്ട് സന്തോഷം, നിങ്ങളെല്ലാവരും സന്തോഷിക്കുവിൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ നിങ്ങളുടെ കാര്യം നടക്കും. നാളെ എന്തെന്നൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം, അത്രേ പറയാനുള്ളൂ.